പറവൂരിൽ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുണ്ടല്ലോ പ്രദീപ് കുമാർ. അയാൾ കൈക്കൂലി കേസിലെ പ്രതിയാണത്രേ. വാരാപ്പുഴ കസ്റ്റഡി കൊലപാതകത്തിൽ മരിച്ച ശ്രീജിത്തിന്റെ ബന്ധുക്കളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിൽ പ്രതിയാണ് ഈ പ്രദീപ് കുമാർ. പറവൂർ CIയുടെ ഡ്രൈവർ ആയിരുന്നപ്പോഴാണ് കൈക്കൂലി കേസിൽ അറസ്റ്റിലായത്. റിട്ടയർഡ് ചെയ്തപ്പോൾ പിന്നീട് വട്ടിപ്പലിശ തുടങ്ങി. വിവരങ്ങളുമായി അർജുനുണ്ട്. അർജുൻ മട്ടന്നൂര്, നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാൾ മറ്റൊരു കേസിൽ കൈക്കൂലി കേസിലെ പ്രതിയായിരുന്നു അല്ലേ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, കേരളം വലിയ തോതിൽ ചർച്ച ചെയ്ത ഒരു കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിൽ കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ആൾ കൂടിയാണ് ഈ പ്രദീപ് കുമാർ എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2018 അന്ന് കേരളത്തെ ആകെ ഞെട്ടിച്ച വരാപ്പുഴ കസ്റ്റഡി കൊലപാതക കേസിൽ ഈ മരിച്ച ശ്രീജിത്തിന്റെ കുടുംബത്തിൽ നിന്ന് 10,000 രൂപ കൈക്കൂലി വാങ്ങിയ ആളാണ് ഈ പ്രദീപ് കുമാർ. അതിന് ക്രൈംബ്രാഞ്ച് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു, റിമാൻഡിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. അതായത് പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത ശ്രീജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മർദ്ദനമേൽക്കുന്നു, ഗുരുതരമായി പരിക്കേൽക്കുന്നു. അതിനുശേഷം അവശ നിലയിലായ ശ്രീജിത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ശ്രീജിത്തിന്റെ ഭാര്യ പിതാവിൽ നിന്ന് 10,000 രൂപ കൈക്കൂലി വാങ്ങി എന്നാണ് കണ്ടെത്തിയത്. അത് പോലീസിന് വേണ്ടി ഇയാൾ കൈക്കൂലി വാങ്ങി എന്നതായിരുന്നു ഇയാൾ അന്ന് പറഞ്ഞത്. പക്ഷേ മറ്റാർക്കും വേണ്ടിയല്ല, അയാൾ സ്വമേധയാ ഈ 10,000 രൂപ കിട്ടിയ അവസരത്തിൽ വാങ്ങുകയായിരുന്നു എന്ന് പിന്നീട് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയും ചെയ്തു. അതിൽ അയാളുടെ അറസ്റ്റ് അടക്കം പിന്നീട് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വിവാദമായ ഒരു കേസിൽ, അതിൽ കൈക്കൂലി കേസിൽ അറസ്റ്റായ ആളാണ്. മാത്രവുമല്ല, അത്തരത്തിൽ ഒരു സാധാരണ പെറ്റി കേസിലോ മറ്റോ കൈക്കൂലി വാങ്ങിയതല്ല എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ വെച്ച് പോലീസുകാരാൽ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നു. അത്തരമൊരാളെ ആശുപത്രിയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഭാഗമായി കൈക്കൂലി വാങ്ങിയ കേസിൽ പ്രതിയായ ആളാണ് പ്രദീപ് കുമാർ എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. എന്തായാലും ഇതാദ്യമായിട്ടല്ല ഇത്തരം ഒരു ആരോപണത്തിൽ ഇയാൾ പെടുന്നത്, അല്ലെങ്കിൽ ഒരു കേസിൽ പെടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം 2018 ഈ കേസിൽ പ്രതിയായ ശേഷം ഇയാൾ പിന്നീട് റിമാൻഡിലാകുന്നു. അതിനുശേഷം ഇയാൾ പുറത്തിറങ്ങുന്നു. അതിനുശേഷം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നു. അതിനും വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ മറ്റൊരു വീട്ടമ്മയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൊള്ളപ്പലിശ, വട്ടിപ്പലിശ നൽകി എന്ന ആരോപണത്തിൽ ഇയാളിപ്പോൾ ആരോപണം നേരിടുന്നത്. എന്തായാലും അയാളിപ്പോൾ വീട്ടിലില്ല. നമ്മൾ അയാളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്തായാലും അദ്ദേഹം ഇപ്പോൾ വീട്ടിലില്ല. കുടുംബസമേതം ഭാര്യ ബിന്ദുവിനൊപ്പം അയാൾ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. പശ്ചാത്തലം നമ്മൾ അന്വേഷിച്ചായിരുന്നു. ഇയാളൊരു പോലീസ് സർവീസിലെ ഡ്രൈവർ മാത്രമായിരുന്നോ ഈ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന പ്രദീപ്? തീർച്ചയായും അരുൺകുമാർ, അതായത് പറവൂർ CIയുടെ ഡ്രൈവറായിരുന്നപ്പോഴാണ് പ്രദീപ് കുമാറിനെതിരെ കൈക്കൂലി കേസ് വരികയും അതിൽ അറസ്റ്റിലാവുകയും ചെയ്തത്. പോലീസിൽ അത്തരത്തിൽ ഡ്രൈവർ പോസ്റ്റിൽ തന്നെയായിരുന്നു ഇയാൾ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഈ പ്രദേശവാസികളും മറ്റും പറയുന്നത്. സമീപത്തെ മറ്റ് പല പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ വന്നിരുന്നെങ്കിൽ പോലും അവിടെയെല്ലാം തന്നെ പോലീസിൽ ഡ്രൈവറായി തന്നെയാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഇയാൾ അവിടെ നിന്ന് വിരമിക്കുകയും ചെയ്തത് എന്നാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. പറവൂർ CIയുടെ ഡ്രൈവറായിരുന്നപ്പോഴാണ് ഇയാൾ ഇത്തരം ഒരു കൈക്കൂലി കേസിൽ പെടുന്നത്. അത് 2018 അതും ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റ് അതിൽ പരിക്കേറ്റ ശ്രീജിത്ത് പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്തു, പിന്നീട് മരിക്കുകയും ചെയ്തു. ഈ ശ്രീജിത്തിന്റെ കുടുംബത്തിൽ നിന്ന് 10,000 രൂപ വാങ്ങി എന്നുള്ളതാണ് കേസ്. ആദ്യം 25,000 രൂപ വേണം എന്ന് ഇയാൾ ആവശ്യപ്പെട്ടു എന്നും പറയുന്നുണ്ട്, FIRൽ പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് 10,000 രൂപ വാങ്ങുകയായിരുന്നു. ഈ സംഭവത്തിൽ കൃത്യമായ മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് തന്നെ ഈ പോലീസുകാരനായ ഈ പ്രദീപ് കുമാറിനെ അന്ന് അറസ്റ്റ് ചെയ്തത്. അതിൽ പ്രതിയായ ആളാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു ആരോപണ വിധേയനായ ഒരു ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ ഈ പ്രദീപിനെ? നിലവിൽ ഡോക്ടർ അരുൺകുമാർ, നമ്മൾ ഇയാളുടെ നമ്പറിലൊക്കെ തന്നെ വിളിച്ചു നോക്കിയിരുന്നു. ഇയാളുടെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഇയാൾ എവിടെയാണ് എന്ന കാര്യവും വ്യക്തമല്ല. ഏതാണ്ട് ഈ മരണം നടന്ന ആശയുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 150 മീറ്റർ മാത്രം അകലെയാണ് ഈ പ്രദീപും അതോടൊപ്പം തന്നെ ഭാര്യയും താമസിച്ചിരുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി പ്രദീപും ഭാര്യയും അവിടെ നിന്ന് പോയി എന്നതാണ് ഈ സമീപവാസികൾ. ഒരു വലിയ വീടാണ്, ഒരു റിട്ടയർഡിലെ ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അധികമാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ ഇടപാടുകളെ കുറിച്ചൊക്കെ ഇനി അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ അർജുൻ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. സാമാന്യം ആഡംബര വീട് തന്നെയാണ് ഈ പ്രദേശത്ത് അദ്ദേഹം ആദ്യം താമസിച്ചിരുന്നത്. ഈ ആശയുടെ വീടിന് നേരെ മുന്നിലുള്ള എതിർഭാഗത്തുള്ള തറവാട്ട് വീട്ടിലാണ്. ആ തറവാട് വീട് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അതിന് തൊട്ടടുത്ത് ഏതാണ്ട് ഒരു 150 മീറ്റർ മാറിയാണ് പിന്നീട് അദ്ദേഹം ഒരു 6 വർഷം മുമ്പ് അദ്ദേഹം വീടെടുത്തത്. ഈ കാണുന്നതാണ് ഈ ആത്മഹത്യ ചെയ്ത ആശയുടെ വീട്.
ഈ കാണുന്ന ആശയുടെ വീട്. ആശ ഇവിടെ നിന്നാണ് ഇന്നലെ ഉച്ചയോടുകൂടി പോയി തൊട്ടടുത്തുള്ള പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നത്. ആ വീടിന്റെ ഏതാണ്ട് നേരെ എതിർഭാഗം എന്ന് തന്നെ പറയാം. ഈ ആശയ നിർമ്മിച്ച കെട്ടിടമൊക്കെ തന്നെ ഇവിടെ കാണാം. ഇതിന്റെ നേരെ എതിർഭാഗത്ത് കാണുന്ന ഈ വീടാണ് ഈ പ്രദീപിന്റെ തറവാട് വീട്. പക്ഷെ അദ്ദേഹം അവിടെ അല്ല കഴിഞ്ഞ കുറച്ചു കാലമായി താമസിക്കുന്നത്. അദ്ദേഹം മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റിയിരുന്നു. അതിനുശേഷം ഈ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 150 മീറ്റർ അകലെയുള്ള മറ്റൊരു സ്ഥലത്ത് വീടെടുത്ത് താമസിക്കുകയായിരുന്നു. അത്യാവശ്യം ആഡംബര വീട് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ സർവീസിലും ഒട്ടും ക്ലീൻ അല്ലാത്ത ഒരാളാണ് ഈ പ്രദീപ് കുമാർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് തന്നെ പറയാം. കണ്ണിൽ അല്പം ചോര പോലും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന വട്ടിപ്പലിശയ്ക്ക് മാസം 10 രൂപ പലിശ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 10% പലിശ മാസം കൊടുക്കണമെന്നുള്ളതാണ്. ഒരു വർഷം കൊണ്ട് 120% മുടക്കുമുതൽ തിരിച്ചു കിട്ടും. 10 ലക്ഷം കൊടുത്തു, 24 ലക്ഷം രൂപ കിട്ടി. എന്നിട്ടും പോരത്രേ, ഇനിയും കിട്ടാനുണ്ട് 20 ലക്ഷം രൂപ എന്ന മട്ടിലാണ് ഇയാളുടെ പ്രതികരണം വന്നത്. രാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ട് ഒത്തുതീർപ്പായിട്ട് കഴിഞ്ഞിട്ടും വീണ്ടും രാത്രിയിൽ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കി. അതും നമ്മൾ കണ്ടു. ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പോയതിനു ശേഷം ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിലൊക്കെ ചെയ്താൽ പോലീസ് നടപടിയെടുക്കണ്ടേ? പോലീസ് എനിക്ക് നാണക്കേടുണ്ടാക്കൂലേ? ഇതുവരെ ഈ നിമിഷം വരെയും പറവൂർ പോലീസ് ഇയാളെ പ്രതി ചേർത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബ്ദിക്കുന്ന തെളിവുകളുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബഹളം വയ്ക്കുന്നത്, രാത്രിയിൽ വീട്ടിൽ വന്ന് ബഹളം വയ്ക്കുന്നത്, പണം വാങ്ങിയതിന് പണം കൊടുത്തതിന് എല്ലാം രേഖകളുണ്ട്. എന്നിട്ടും ഇയാൾക്കെതിരെ നടപടിയില്ല എന്നുള്ളതാണ്. പോലീസ് ഒത്തുകളിക്കുകയാണോ എന്ന് സ്വാഭാവികമായുള്ള സംശയമുണ്ടാവും. തീർച്ചയായിട്ടും നടപടി വേണം. ആ കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷയാണ് ആശാ ബെന്നി. ആ ആശാ ബെന്നിയുടെ മരണത്തിന് ഉത്തരവാദി ഈ പോലീസുകാരനാണെങ്കിൽ നടപടി തീർച്ചയായിട്ടും ഉണ്ടാവണം.